ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ നിന്ന് കാണുന്ന എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്ന് നോക്കി. രാവിലെ നല്ല മഞ്ഞായിരുന്നേ, അതെല്ലാം മാറി ഇപ്പം ഇങ്ങനത്തെ ഒരു രീതിയായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെയും മഞ്ഞാകുവേ. രാവിലെ ചോറൊക്കെയായി. ഇന്നലെ വൈകിട്ട് വെച്ച മീൻകറിയാണ്, അതൊന്നും കൂടി ചൂടാക്കി. പാലടുപ്പയിൽ വെച്ചു. അത്യാവശ്യം പണിയൊക്കെ ഒതുങ്ങി. ബദാം കുഞ്ചൂസിൻ്റെ പണിയാണ്. കുഞ്ചൂസിന് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാവിലെ ചെറിയൊരു ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. സബോള, ക്യാരറ്റ്, ഇഞ്ചി, കുറച്ച് ബദാം, നട്ട്സ്, കിസ്മിസ്, പച്ചമുളക്, ഇതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നേരത്തെ എഴുന്നേറ്റുകൊണ്ട് അത്യാവശ്യം അടുക്കളയിലെ പണിയെല്ലാം ഒതുങ്ങിയേ. ഉപ്പുമാവും ഒരു കടലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചോപ്പറിലിട്ട് വലിക്കുവാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്ത് ഇതെല്ലാം ചോപ്പറിനകത്തോട്ട് വെച്ച് അതുകൊണ്ടെല്ലാം ചോപ്പറിലോട്ട് ഇട്ട് റെഡിയാക്കിയിടും. കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് വലിച്ചെടുക്കാൻ പറ്റി. നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ചായ വെച്ച്. ചായ നേരത്തെ വെച്ച് വെക്കുവാണെങ്കിലേ പിള്ളേർ എഴുന്നേറ്റ് വരുന്ന സമയത്തിന് അത് ആറിയിരുന്നുള്ളൂ. അതുകൊണ്ട് നേരത്തെ തന്നെ ചായ വെച്ച് വെക്കും. ഇടയ്ക്ക് നമ്മൾ കാപ്പിയാക്കിയേ. കാപ്പിയാണ്. ചായയൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാം. എല്ലാവർക്കും ഇഷ്ടമാണ് ഉപ്പുമാവ്. അമ്മ റെഡിയാക്കുന്ന ചായ, അത് കഴിഞ്ഞ് ഉപ്പുമാവിന് കടലക്കറിയാണ്. ഉപ്പുമാവിൻ്റെ സാധനങ്ങളെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ തുടങ്ങാം. ആദ്യം പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നെയ്യിൻ്റെ പാത്രം അതിൻ്റെ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുകിടും. കടുക് പൊട്ടുമ്പോൾ ഇത് പൊട്ടിക്കടല് വരില്ല. അത് നമ്മളെ ഇഷ്ടത്തിനിടാം. 2 സ്പൂണും കൂടെ ഇടാം. ഇത് മൂത്ത് കഴിയുമ്പോൾ ബദാം, നട്ട്സ് ഇട്ട്, കിസ്മസ് ഇട്ട്, ബദാം ഇട്ട്, ഇഞ്ചിയും പച്ചമുളകും ഇട്ട് എന്നിട്ടത് ഇളക്കി നന്നായിട്ട് മൂക്കണം. ഇതിനകത്ത് സബോള, ക്യാരറ്റ് നന്നായിട്ട് ഇതിനകത്ത് മൂക്കത്ത്
മൂത്തോട്ടെ. ആ നെയ്യ് തന്നെ നല്ലതായിട്ട് മൂത്തോട്ടെ. അമ്മ നല്ലോണം ഇളക്കുന്നുണ്ട്. ഇത് നല്ലോണം മൂത്ത് നല്ല നെയ്യിൻ്റെ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി വേണം. അപ്പോഴത്തേത് മൂത്ത് ഇനി അതിനകത്ത് തേങ്ങയും കൂടെ ഇട്ടാം. തേങ്ങ കുറച്ച് ഇളക്കുന്നു. കുറച്ച് നേരം തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കണം. സമയം 7:30. നമ്മുടെ മുറ്റത്തെ മഞ്ഞ എല്ലാവരും കണ്ടോ? അടിപൊളി, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതെല്ലാം ഞങ്ങൾ അടുക്കളയിൽ നിന്ന് കാണാം. അതിനകത്ത് ഇച്ചിരി വെള്ളം ഇട്ട് റവ ഇട്ട് സെറ്റാക്കി. മടക്കെല്ലാം അതിനകത്ത് ഉപ്പ് ഇടണം. സംഭവം അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് റവയും കൂടെ അതിനോട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കുക. സംഭവം സെറ്റ്. കണ്ടോ, അടിപൊളി ഉപ്പുമാവ്. അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം. ബൈ കൂട്ടുകാരെ.